ഖാരിഫ്, റാബി, സയ്ദ് എന്നിങ്ങനെ 3 ക്രോപ്പിംഗ് സീസണുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. ഈ 3 ക്രോപ്പിംഗ് സീസണുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രധാന വിളകളെ നമുക്ക് പരിചയപ്പെടാം. വീറ്റ് തിന്നുന്ന റാബിറ്റ് ബാറിൽ ചെന്നാൽ 1 ഗ്രാം പീസ് പോലും മസ്റ്റായി കിട്ടില്ല. ഇവിടെ റാബിറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചത് റാബി എന്ന പദം ലിങ്ക് ചെയ്യുവാനായിട്ടാണ്. ആ റാബിറ്റ് എന്താണ് തിന്നത്? വീറ്റാണ് തിന്നത്. അതായത് വീറ്റാണ് ഒന്നാമത്തെ റാബി ക്രോപ്പ്. വീറ്റ് തിന്നിട്ട് റാബിറ്റ് പോയത് ബാറിലേക്കാണ്. ബാർ സ്റ്റാൻഡ്സ് ഫോർ ബാർലി. ബാർലിയാണ് അടുത്ത റാബി ക്രോപ്പ്. ബാറിൽ ചെല്ലുമ്പോൾ അയാൾക്ക് 1 ഗ്രാം പോലും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. 1 ഗ്രാം എന്നതിന് പകരം ഗ്രാം എന്നത് ഓർക്കുക. ഗ്രാം ആണ് അടുത്ത റാബി ക്രോപ്പ്. 1 ഗ്രാം എന്താണ് കിട്ടാത്തത്? പീസാണ് കിട്ടാത്തത്. പീസാണ് അടുത്ത റാബി ക്രോപ്പ്. പീസ് പോലും മസ്റ്റായി കിട്ടില്ല എന്നാണ് പറഞ്ഞത്. മസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ മസ്റ്റാർഡ്. ഒന്നും കൂടി ഞാൻ ആവർത്തിക്കട്ടെ. വീറ്റ് കഴിച്ച റാബിറ്റ് ബാറിൽ ചെന്നാൽ 1 ഗ്രാം പീസ് പോലും മസ്റ്റായി കിട്ടില്ല. റാബി ക്രോപ്സ് ഇവയാണ്: വീറ്റ് ഗോതമ്പ്, ബാർലി യവം, പീസ് പയർ, ഗ്രം കടല, മസ്റ്റാർഡ് കടുക്. ഇനി ഖാരിഫ് ക്രോപ്പുകൾ ഓർത്തു വയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യ വരി: ഗ്രൗണ്ടിൽ നിന്ന് മോങ്ങാൻ പാട സോയ. ഫസ്റ്റ് ക്രോപ്പ് ഗ്രൗണ്ട് നട്ട്. ഗ്രൗണ്ടിൽ നിന്ന് മോങ്ങുകയല്ലേ, മൂങ്ങ് എന്ന വാക്ക് അവിടെ കണ്ടെത്തുക. മൂങ്ങാണ് അടുത്ത ഖാരിഫ് ക്രോപ്പ്. പാട. പാട സ്റ്റാൻഡ്സ് ഫോർ പാടി. പാട സോയ. സോയ സ്റ്റാൻഡ്സ് ഫോർ സോയാബീൻസ്. ഗ്രൗണ്ടിൽ നിന്ന് മോങ്ങാൻ പാട, അതുകൊണ്ട് നീ ബാ സ്റ്റാൻഡ്സ് ഫോർ ബജ്റ. അങ്ങനെ വന്നിട്ടോ ടാറ് കോട്ടൺ കൊണ്ട് ഉരയ്ക്കാം. ടാർ എന്നതിന് പകരം ടർ എന്ന ക്രോപ്പ് ഓർക്കുക. അതെന്തുകൊണ്ടാണ്? കോട്ടൺ കൊണ്ടാണ്. കോട്ടൺ ഈസ് ദ നെക്സ്റ്റ് ഖാരിഫ് ക്രോപ്പ്. അങ്ങനെ ഉരച്ചിട്ട് മാജോയുടെ ജൂട്ട് ബാഗിലിടാം. മാജോ. MA സ്റ്റാൻഡ്സ് ഫോർ മെയ്സ്. ജോ സ്റ്റാൻഡ്സ് ഫോർ ജോവർ. ജൂട്ട് ബാഗിലല്ലേ ഇടുന്നത്? ജൂട്ടും ഖാരിഫ് ക്രോപ്പാണ്. സെയ്ദ് എന്ന സീസണിലെ വിളകൾക്ക് കോഡുകൾ ആവശ്യമില്ല. വാട്ടർമെലൺ, മസ്ക് മെലൺ, കുക്കുംബർ, പംകിൻ, ഫോഡർ ക്രോപ്സ് ഇവയെല്ലാം സെയ്ദ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ്.